രജിത്ത് തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്താണുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. KPCCയിലേക്ക് പ്രവർത്തകരൊക്കെ എത്തിത്തുടങ്ങുന്നുണ്ട്. കാരണം ഒരു പ്രഖ്യാപനം ഉച്ചത്തേക്കാണെങ്കിലും പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശം സ്വാഭാവികമായും ഉണ്ടാകും. നേരത്തെ ജിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ ഒറ്റ പേരിലേക്ക് ഇനിയിപ്പോൾ എത്തിയിട്ടുണ്ടാകാം എന്നാണ് നമ്മൾ കരുതുന്നത്. ഒരുപക്ഷെ ആരുടെ പേരായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരും ആ ആകാംക്ഷ നിലനിർത്തുന്നുണ്ട്. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 10 ദിവസത്തിലധികമായി പ്രതിപക്ഷത്തിന് വിമർശിക്കാനുള്ള ഒരു സാഹചര്യം പോലും കോൺഗ്രസ് ഉണ്ടാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഘടകകക്ഷി നേതാക്കൾ അടക്കം ഇതിനെതിരെ രംഗത്ത് വരുന്ന ഷിബു ബേബി ജോണൊക്കെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ് വൈകുന്നതിൽ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് KPCCയിൽ അല്ലെങ്കിൽ തലസ്ഥാനത്തെ ഒരു വികാരം എങ്ങനെയാണ്? അഖില, പ്രധാനമായി ഇപ്പോൾ ഞാൻ KPCC തന്നെയാണ്. KPCCയിലേക്ക് നേതാക്കളൊന്നും തന്നെ എത്തിത്തുടങ്ങിയിട്ടില്ല. നിലവിൽ നമുക്കറിയാം 1 മണിക്കാണ് യോഗം വിളിച്ചിരിക്കുന്നത്. നിയമസഭാ കക്ഷി യോഗമാണ് 1 മണിക്ക് വിളിച്ചിരിക്കുന്നത്. ദീപാദാസ് മുൻഷിയും അതുപോലെ തന്നെ നിരീക്ഷകരായിട്ടുള്ള അജയ് മാക്കരും മുകുൾ വാസനിക്കും ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സംബന്ധിച്ചൊരു തീരുമാനം ആരായിരിക്കണം നിയമസഭാ കക്ഷി നേതാവ് എന്നത് സംബന്ധിച്ചൊരു തീരുമാനം ഇതിനോടകം തന്നെ ഹൈക്കമാൻഡ് എടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഒരുപക്ഷെ ഇന്നത്തെ നിയമസഭാ കക്ഷി യോഗത്തിൽ അറിയിക്കുകയായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം 1 മണിക്ക് ആണ് കോൺഗ്രസ് MLA-മാരോട് ഇവിടെ എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1 മണി യോഗത്തിൽ പങ്കെടുക്കാനാണ്. എല്ലാവരും തന്നെ പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ MLA-മാരും കോൺഗ്രസിന്റെ എല്ലാ MLA-മാരും ഈ 1 മണിയുടെ യോഗത്തിൽ പങ്കെടുക്കും. ആ യോഗത്തിൽ കൃത്യമായി തന്നെ ആരായിരിക്കും നിയമസഭാ കക്ഷി നേതാവ് എന്നത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം ഉണ്ടാവും. ഒപ്പം തന്നെയാണ് 2 മണിയോടുകൂടി UDF-ന്റെ ഘടകകക്ഷികൾ ഉൾപ്പെട്ടിട്ടുള്ള MLA-മാരോടും KPCCയിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF-ന്റെ യോഗവും അല്ലെങ്കിൽ സംയുക്തമായി UDF-ലുള്ള കക്ഷികളുടെയും യോഗം 2 മണിക്ക് നടക്കുകയും ചെയ്യും. ഇവരെയും ഇക്കാര്യങ്ങൾ അറിയിച്ചതിന് ശേഷമായിരിക്കും സർക്കാർ രൂപീകരണത്തിനടക്കം ഗവർണറെ കാണുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നേരത്തെ അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ 10 ദിവസം നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഇപ്പോൾ ഒരാളിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. അത് ആര് എന്ന് സംബന്ധിച്ച് ഇന്ന് മാത്രമാണ് ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാവുക. അതേ സമയത്ത് ഉണ്ടാകാൻ പോകുന്ന മറ്റ് 2 ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകൾക്കുള്ളിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളടക്കമാണ് ഇതിനോടകം തന്നെ ഹൈക്കമാൻഡിന്റെ പ്രതിനിധിയായി ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെയാണ് നിരീക്ഷകരും എത്തുന്നത്. ആദ്യം തന്നെ MLA-മാരെ എല്ലാവരെയും കണ്ട് അവരുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കി നിർദ്ദേശങ്ങൾ നൽകിയതിന് ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കറിയാം, നേരത്തെ മുതൽ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ പോസ്റ്റർ ബാനർ യുദ്ധങ്ങളും അടക്കം നടക്കുകയും ചെയ്തിരുന്നു. അവയൊക്കെ മാറ്റാൻ കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയതിന് ശേഷം അവയൊക്കെ മാറ്റുകയും ചെയ്തു. എന്നാലും വീണ്ടും പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോസ്റ്ററുകളുടെ യുദ്ധങ്ങളുമൊക്കെ തുടരുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടായിരുന്നു. അവയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നം പരിഹരിക്കത്തക്ക രീതിയിൽ തന്നെ ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവരും നിരീക്ഷകർ ഉൾപ്പെടെയുള്ള കേന്ദ്ര സംഘം ഇവിടേക്ക് എത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ VD സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായ നിർദ്ദേശം ഇതിനോടകം തന്നെ അണികൾക്കടക്കം നൽകണമെന്നും നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷമായിരിക്കും ഒരുപക്ഷെ ഈ പ്രഖ്യാപനം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കടക്കാതെ അതിനെ പരിഹരിക്കുക എന്നൊരു കാര്യം കൂടി കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. എന്ത് തന്നെയായാലും കാത്തിരുന്ന ദിവസം ഇന്ന് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ തന്നെ ജയറാം രമേശ് ഇക്കാര്യം ഇന്ന് പ്രഖ്യാപിക്കുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1 മണിക്ക് ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം UDF നേതാക്കളുമായുള്ള ഒരു കൂടിക്കാഴ്ചയുണ്ട്. UDF-ന്റെ MLA-മാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഗവർണറെ നേരിൽ കാണുക. UDF-ന്റെ ഘടകകക്ഷിയിലെ ആയിട്ടുള്ള കേരള കോൺഗ്രസ് വിഭാഗവും ജോസഫ് വിഭാഗവും അതുപോലെ തന്നെ RSP ഉൾപ്പെടെയുള്ള ഷിബു ബേബി ജോണിന്റെ RSP ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് തിരുവനന്തപുരത്തെത്തി ഗവർണറെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവർ ഗവർണറെ കണ്ട സർക്കാർ രൂപീകരണത്തിനുള്ള പിന്തുണ കത്ത് കൈമാറുകയും ചെയ്യും. എന്ത് തന്നെയായാലും ഇന്ന് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ കൂടി പ്രഖ്യാപിച്ച് സർക്കാർ രൂപീകരണത്തിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം.